നമസ്കാരം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിക്കിടെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കുഴഞ്ഞു വീണത്. തിരുവനന്തപുരത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ ഗവർണർ സംസാരിച്ചുകൊണ്ടിരിക്കെ വേദിയിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് കുഴഞ്ഞു വീണ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതിനിടെ കമ്മീഷണർ മരിച്ചുവെന്ന തലക്കെട്ടോടെയും വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ഗവർണർ സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇടതുവശമായി നിൽക്കുന്ന കമ്മീഷണർ വീഴുന്ന 45 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് പ്രചരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് കുഴഞ്ഞു വീണ് മരിച്ചു എന്നെഴുതിയ കുറിപ്പിനൊപ്പമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വീഡിയോകളിൽ കാണാം. എന്നാൽ പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വാർത്തകൾ വരുന്നുണ്ട്. കുഴഞ്ഞു വീണ കമ്മീഷണർ സുഖം പ്രാപിച്ചിരുന്നു. വൈറൽ വീഡിയോയിൽ മനോരമ ന്യൂസിന്റെ ലോഗോ കാണാം. ഈ സൂചന ഉപയോഗിച്ച് കീവേഡ് സെർച്ച് നടത്തിയപ്പോൾ മനോരമ ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതേ വീഡിയോ പങ്കുവച്ചിട്ടുള്ളതായി കണ്ടെത്തി. റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിനിടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് കുഴഞ്ഞു വീണു എന്നുള്ള കുറിപ്പിനൊപ്പമാണ് മനോരമ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിക്കിടെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കുഴഞ്ഞു വീണത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങായിരുന്നു അത്. പിന്നീട് ഞങ്ങൾ റിപ്പബ്ലിക് ദിനാഘോഷം സംബന്ധിച്ച മറ്റ് റിപ്പോർട്ടുകൾ പരിശോധിച്ചിരുന്നു. വേദിയിൽ കുഴഞ്ഞു വീണ കമ്മീഷണർക്ക് പ്രാഥമിക ചികിത്സ നൽകിയെന്നുമാണ് അറിയാൻ കിട്ടിയ വിവരം. വേദിയുടെ സമീപമുണ്ടായിരുന്ന ആംബുലൻസിൽ എത്തിച്ചാണ് കമ്മീഷണർക്ക് ഫസ്റ്റ് എയ്ഡ് നൽകുന്നത്. അല്പസമയം വിശ്രമിച്ച ശേഷം കമ്മീഷണർ തോംസൺ ജോസ് ഇതേ വേദിയിലേക്ക് തിരിച്ചു വന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം കുറഞ്ഞതുമൂലമാണ് കമ്മീഷണർ കുഴഞ്ഞു വീഴുന്നത്. അവിടെയുണ്ടായിരുന്ന ആംബുലൻസിൽ അല്പസമയം വിശ്രമിച്ച ശേഷം റിപ്പബ്ലിക് ദിന പരിപാടി നടന്ന അതേ വേദിയിൽ അദ്ദേഹം തിരിച്ചെത്തിയിരുന്നു. അന്ന് തന്നെ വിവിധ പരിപാടികളിലും കമ്മീഷണർ പങ്കെടുത്തിരുന്നു. പാളയത്ത് നടന്ന രക്തസാക്ഷി ദിന പരിപാടിയിൽ കമ്മീഷണർ പങ്കെടുത്തിട്ടുമുണ്ട്. അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നുണ്ട്, കമ്മീഷണറുടെ PA വ്യക്തമാക്കി. 77ാമത് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. മന്ത്രി V ശിവൻകുട്ടിയോടൊപ്പം നടന്നു വരുന്നതും സല്യൂട്ട് നൽകുന്നതുമായ തോംസൺ ജോസിന്റെ ചിത്രം ഈ പോസ്റ്റിലുണ്ട്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിൽ കുഴഞ്ഞു വീണ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി ജോലിയിലുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.